വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ വെള്ളമുള്ള കുപ്പി അവിടെ ഇരുന്നിരുന്നു. ആ വെള്ളത്തിൻ്റെ കുപ്പി മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് അതിൽ വരുന്ന ഒരു ഇറ്റ് നാവിലേക്ക് ഒറ്റിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, വെള്ളം ഇവിടെ ഇല്ല, ഞങ്ങൾ സാധാരണ മൂത്രമാണ് കൊടുക്കാറ്. ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ശരീരമാസകലം വേദന. ഒരു മാസം കഴിഞ്ഞിട്ടും ചെവിയിൽ വേദന മാറിയിട്ടില്ല. ആ ഇടിക്കുന്നത് കണ്ടില്ലേ, മുട്ടുകൈകൊണ്ടാണ് ഇടിക്കുന്നത്. സൗജന്യമായി ₹1 വാങ്ങിക്കാതെ ഞാനാണല്ലോ കേസ് നടത്തിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ CCTV ഇല്ല. കാലിൻ്റെ മുകളിൽ അടിക്കണം 45 അടി കാലിൻ്റെ മുകളിൽ അടിച്ചതൊന്നും ഈ ദൃശ്യങ്ങളിൽ ഇല്ല. 15 അടി അടിക്കുമ്പോൾ ചാടാൻ പറയും, കാരണം കാല് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാല് പൊട്ടിയാൽ അവർക്ക് കേസായില്ലേ. നമസ്കാരം. നമസ്കാരം. കോൺഗ്രസിന്റെ കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ്. അതെ. അല്ല, സാറിന്റെ പേര്? അഡ്വക്കേറ്റ് CB രാജീവ്. മുൻ മന്ത്രി KP വിശ്വനാഥൻ സാറിന്റെ മരുമകനാണ്. പെങ്ങളുടെ മകനാണ്. പെങ്ങളുടെ മകനാണ്. ഓക്കെ. ഇപ്പൊ വലിയൊരു സംഭവമാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത്. VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഒരു SIയും 3 പോലീസുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇതിന്റെ പല വാർത്തകൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ബ്ലോക്ക് പ്രസിഡന്റ് മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചോളം ഈ കേസ് കോടതിയിൽ പ്രൈവറ്റ് അന്യായം കൊടുത്ത് പോലീസുകാർക്കെതിരെ ശിക്ഷ, അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത 323, 324 കേസ് എടുപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തൊരു അഭിഭാഷകനും കൂടിയാണ്. ഈ സംഭവം 2023 ഏപ്രിൽ 5-ാം തീയതിയാണ് ഉണ്ടാകുന്നത്. ഇദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് ചൊവ്വന്നൂർ. യെസ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ 2 കുട്ടികൾ രാത്രി ക്ലബിൻ്റെ അടുത്ത് ഇരുന്നിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ജീപ്പ് ആ വഴിക്ക് പോയപ്പോൾ എന്തുകൊണ്ട് അവിടെ ഇരിക്കണമെന്നുകൊണ്ട് അവരെ മിരട്ടി. വണ്ടിയിൽ കയറണം, ഈ സമയത്ത് എന്താ അവിടെ, നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങളുടെ നേതാവുണ്ടെന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. നേതാവായിട്ട് വന്നത് ഈ അമ്പലത്തിലെ പൂജാരി കൂടിയായ ഈ മണ്ഡലം പ്രസിഡൻ്റാണ്. അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ചോദിച്ചു, എന്തിനാ സാറേ ഇവരെ കൊണ്ടുപോകുന്നത്, എന്താണ് കൊണ്ടുപോകാനുള്ള കാരണം, അത് നീയണ്ടാ ചോദിക്കാൻ, നിന്നെയും കൂടി കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് ഗംഭീര പിടിവലി. അപ്പം പറഞ്ഞ്, എന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞാനൊരു തെറ്റ് ചെയ്തില്ല, ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ, നീയും മദ്യപിച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് കയറ്റി മറ്റവരനെ ഇറക്കി. അവനെ പിടിച്ച് കയറ്റിയിട്ട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അങ്ങനെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോലീസിൻ്റെ ആജ്ഞയെ ലംഘിച്ചുവെന്നും 353 പോലീസിനെ ആക്രമിച്ചുവെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടുവെന്നും 332, 353 തുടങ്ങിയതായ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടിട്ട് മജിസ്ട്രേറ്റിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നു. മജിസ്ട്രേറ്റ് ഇയാളുടെ കഥ കേട്ടപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കള്ളു കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അയാൾക്ക് ഉടൻ തന്നെ ജാമ്യം കൊടുക്കുകയാണ് ചെയ്തത്. ആയതിനുശേഷം കുന്നംകുളം കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ കുന്നംകുളം കോടതി മൊഴിയെടുത്തപ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന ആളുകളാണ് എന്നെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞു. ഒരു ആവശ്യവുമില്ലാതെ കോടതി പറഞ്ഞു ഇതിൻ്റെ എവിഡൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ മലങ്കര ആശുപത്രിയിൽ ചികിത്സിച്ച രേഖകളുണ്ട്, അത് കൊണ്ടുവന്നു. ചെവിയുടെ ഡ്രമ്മ് പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, അപ്പോഴേക്കും ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി തുടങ്ങി. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറാണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി നടത്തിയത്. ആ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്, ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ട്. അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഇന്ന പോലീസുകാർ വരുന്നു, ഇവൻ്റെ ഷർട്ട് കൂരി കൊണ്ടുപോകുന്നു, മുണ്ടില്ലാതെ വരുന്നു, മുണ്ട് പിന്നീട് ഉടുക്കുന്നു, ഇവിടെ വന്ന് അയാളെ കുനിച്ചു നിർത്തി ഇടിക്കുന്നു, മുകളിലേക്ക് കൊണ്ടുപോകുന്നു, ചൂരലുമായി ശശിധരൻ പോകുന്നു. കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കിയെങ്കിലും അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണോ എവിഡൻസ് കൊടുക്കുന്ന ആൾ, ആരാണോ എഴുതിയത്, അതിൻ്റെ ഓർഡർ വരണം. അതാണ് നിയമം. വെറുതെ കൊണ്ടുകൊടുത്താൽ പറ്റില്ല. അപ്പോൾ ആ ഓർഡർ വരാൻ വേണ്ടി ഞങ്ങൾക്ക് 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഈ ഓർഡർ ഇവിടുത്തെ സേതു എന്ന് പറയുന്നതായിട്ടുള്ള അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഈ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നതിന് വേണ്ടി 1 വർഷം വന്നില്ല. അവസാനം SP മുഖേന ഞങ്ങൾ അറസ്റ്റ് വാറണ്ട് അയച്ച് അദ്ദേഹത്തിന് വരുത്തി. എന്നിട്ടാണ് അദ്ദേഹം സോറി പറഞ്ഞ് അദ്ദേഹം ഈ മൊഴി പറയാനിടയായത്. മൊഴി പറഞ്ഞ് പിന്നെ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേസെടുത്തു. പക്ഷേ ആ കേസെടുത്തപ്പോൾ 4 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഒരാൾക്കെതിരെ കേസെടുത്തിട്ടില്ല, സുഹൈൽ എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം ഈ CCTV ദൃശ്യങ്ങൾ വിവരിച്ചപ്പോൾ ആ പോലീസ് ഓഫീസർ അതിൽ സുഹൈൽ മർദ്ദിക്കുന്നതായി കണ്ടു എന്ന് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ വന്നല്ലോ. ആ ദൃശ്യങ്ങൾ വന്നപ്പോൾ തീർച്ചയായിട്ടും അയാൾ പോകുന്നതും ഇവനെ പിടിച്ചു കൊണ്ടുപോകുന്നതും ചൂരലുമായി പോകുന്നതും ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അയാളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഈ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ഈ CCTV ഫുട്ടേജ് ഉണ്ട്. ആ ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടണം. 2018 സുപ്രീം കോടതി ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു. ആ വിധിയിൽ എന്താ പറഞ്ഞു വെച്ചാൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും
CCTV ക്യാമറ വേണമെന്നും അത് ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മേലുദ്യോഗസ്ഥന്മാർ പരിശോധിക്കണമെന്നും എന്ന് മാത്രമല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കൂരയുണ്ടെങ്കിൽ, ഒരു ഷെഡുണ്ടെങ്കിൽ ആ കൂരയിൽ പോലും ഈ CCTVയുടെ ക്യാമറ ഉണ്ടാവണം. അല്ലാണ്ട് ഈ സെല്ലിൻ്റെ ഉള്ളിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല, പോലീസ് ഓഫീസർ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് കാര്യമില്ല, ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മർദ്ദിക്കും. അപ്പോൾ അത്തരത്തിൽ എവിടെയൊക്കെ കൂരകളുണ്ടോ, എവിടെയൊക്കെ റൂഫുണ്ടോ അവിടെ മുഴുവൻ CCTV ക്യാമറ വെക്കണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ CCTV ഇല്ല. അവിടെ കൊണ്ടുപോയിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ പീഡനങ്ങളും നടത്തിയത്. ആ കാലിൻ്റെ മുകളിൽ അടിക്കണം 45 അടി കാലിൻ്റെ മുകളിൽ അടിച്ചതൊന്നും ഈ ദൃശ്യങ്ങളിൽ ഇല്ല. 45 അടി അടിക്കുക മാത്രമല്ല, 15 അടി അടിക്കുമ്പോൾ ചാടാൻ പറയും. കാരണം കാല് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാല് പൊട്ടിയാൽ അവർക്ക് കേസായില്ലേ, എന്നിട്ട് ചാടാൻ പറയും. 15 ചാട്ടം ചാടണം. അതിനുശേഷം വീണ്ടും അടിക്കും. അങ്ങനെ ക്രൂരമായി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? അയാൾ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അയാൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് എവിഡൻസായി. അപ്പോൾ എന്തിനീ പോലീസുകാർ ഇയാളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, അല്ല സാറേ എന്തിനു ഇവരെന്നെ കൊണ്ടുപോകുന്നത്? കണ്ടു കഴിഞ്ഞ് ചെറുപ്പാണി, ഒരു യൂത്ത് കോൺഗ്രസിന്റെ പോലെ കതർ ഷർട്ട് ഇട്ടൊന്നും നടക്കുന്ന കുട്ടിയല്ല. 25 വയസ്സേ ഉള്ളൂ. യെസ്. പക്ഷേ അമ്പലത്തിലെ മേൽശാന്തിയാണെന്ന് മാത്രം, അതിനുള്ള പ്രാവീണ്യമുണ്ട്. പക്ഷേ പോലീസ് അതിക്രൂരമായിട്ട്, കാരണം എന്താണെങ്കിൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം ഇവിടുത്തെ AC മൊയ്തീൻ പല കേസുകളിലും പെട്ടു. ഇവിടുത്തെ MLA മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ലൈഫ് മിഷൻ കേസിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവരാണ് ജാഥ നടത്തിയത്, യൂത്ത് കോൺഗ്രസ്. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഈ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ കരിങ്കൊടി കാണിക്കാതെ ഇവരിയ്ക്കില്ല. നിരന്തരമായിട്ട് ഒരു ജയിലിൽ പോകാനും തയ്യാറായിട്ടുള്ള കുട്ടികളാണ് ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്. വേറൊരു കേസിലും അവർ പ്രതികളല്ല, അവർ പക്ക കോൺഗ്രസ്സുകാരാണ്. അത് ഇവിടുത്തെ പോലീസിന് അത് ഇഷ്ടമല്ല, ഇവിടുത്തെ MLAക്ക് അത് ഇഷ്ടമല്ല. ആയതുകൊണ്ട് ആ MLAയുടെ വൈരാഗ്യം തീർത്തതാണ് ഇവരുടെ മേൽ ഇവനെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത. ഈ വഴിക്ക് പിണറായി വിജയൻ പോകുന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഇവരെന്നെ കരിങ്കൽ തടങ്കലിൽ വെക്കും. നിരന്തരമായി ഇവർ കരുതൽ തടങ്കലിലാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ പോയി കാണേണ്ടി വരും. ഇവർ പോലീസ് സ്റ്റേഷനിലാണ് നിരന്തരം. അത്തരത്തിലുള്ള വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ഈ സുജിത്ത്. അതുകൊണ്ടാണ് സുജിത്തിനെ ഇത്തരത്തിലുള്ളതായ രീതിയിൽ പീഡനം നടത്താൻ കാരണം. അല്ലാതെ അയാൾ കള്ളു കുടിച്ചിട്ടോ ഒരു തുള്ളി കള്ളു ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാവില്ല. ആരോഗ്യം നോക്കുന്ന കുട്ടിയാണ്, നല്ല ജിമ്മിനൊക്കെ പോയി ആരോഗ്യം നോക്കുന്ന കുട്ടിയാണ്. ആ കുട്ടീനെയാണ് അടിച്ച് പരുവാക്കിയത്. 283 വാഹനം തടഞ്ഞു തുടങ്ങിയതായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. ജാഥ നടത്തി എന്നൊക്കെ അത് തെളിവാണ്. അങ്ങനെ നടത്തിയിട്ടുണ്ടോയെന്ന് ഇനിയും ചോദിക്കേണ്ട കാര്യമില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പോലീസുകാരനെ എഴുതി വെച്ചിട്ടുണ്ട് 283 ഒരു 4 കേസ് ഇയാൾക്കെതിരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ അതിൻ്റെ അർത്ഥം? 283 മറ്റേ 188 ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ജാഥ നടത്തിയിട്ടുണ്ട്. ഇയാൾ സഞ്ചാര എന്താ പറയുക, ബസ്സുകൾക്കൊക്കെ മറ്റേ മറ്റേ സ്വാതന്ത്ര്യമില്ലായ്മ അതിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അയാൾ പ്രൊസഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണത്. അത് തന്നെയാണ് ഇതിനുള്ള വൈരാഗ്യം. പക്ഷേ ഇത് എത്ര കാലം ഈ പുള്ളി ഇങ്ങനെ നിശബ്ദമായിട്ട് ഇരുന്നത് എന്തുകൊണ്ടാണ്? നിശബ്ദമായിരുന്നില്ല. സുജിത്ത് 10-ാം തീയതി, അതായത് സംഭവം ഉണ്ടായത് 5-ാം തീയതിയല്ലേ, 10-ാം തീയതി ഞങ്ങൾ വിവരാവകാശ രേഖ ഞങ്ങൾക്ക് CCTV ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. 10/4 5/4 സംഭവം. 10/4/23 ഞങ്ങൾ വിവരാവകാശ പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ CI പറഞ്ഞത് അങ്ങനെ അത് തരാൻ പറ്റൂല. എന്താ കാരണമെങ്കിൽ ഇവിടെ അന്ന് പോക്സോ കേസിൽ പ്രതിയായിട്ടൊരു പ്രതിയും ആ കുട്ടിയും വന്നിട്ടുണ്ട്. അവരുടെ ചിത്രം പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഈ CCTV ഫുട്ടേജ് തന്നു കഴിഞ്ഞാൽ ആ ചിത്രം കൂടി അതിൽ പെടും, ആ പെൺകുട്ടിയുടെ ചിത്രം. ആ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ മുഖമോ കാണിക്കാൻ പാടില്ലെന്ന നിയമം ആയതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ഒരു കാര്യം ചെയ്തോളൂ, അത് മാത്രം മറച്ചിട്ട് ഞങ്ങൾക്കത് തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊവിഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ SP-ക്ക് പരാതി കൊടുത്തു, സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അവിടെയൊന്നും ഞങ്ങൾക്ക് പ്രിസർവ് ചെയ്യാൻ ഞങ്ങൾ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇത് പ്രിസർവ് ചെയ്യണം, അത് സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. 6 മാസമാണ് നിങ്ങൾ വെക്കേണ്ടതെങ്കിലും പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷ കിട്ടിയാൽ അത് 18 മാസം പ്രിസർവ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. ആ റൂളിങ്ങിൻ്റെ ബലത്തിലാണ് അത് പ്രിസർവ് ചെയ്ത് കിട്ടിയത്. എന്നാലും തരാൻ പറ്റില്ല, നിങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചോളാം, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം 2 കൊല്ലങ്ങൾക്ക് ശേഷം മറ്റേ വിവരാവകാശ കമ്മീഷണർക്ക് തന്നെ ഞങ്ങൾ അപ്പീൽ കൊടുത്തു. ആ അപ്പീലാണ് 15 ഒരു സിംഗിൾ സിറ്റിംഗ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കൊടുത്തിട്ട് രേഖാമൂലം അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹമാണ് ഞങ്ങളെ സഹായിച്ചത്. അത് കിട്ടിയപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ക്രൂരത മനസ്സിലായത്. ഈ ക്രൂരത മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ
ഈ SP അസിസ്റ്റൻറ്റ് കമ്മീഷണർ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ആ നെറേറ്റീവ് ഓഫ് ദ CCTV ഫുട്ടേജ് അദ്ദേഹം അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന പോലീസുകാർ തല്ലുന്നു, കുനിച്ചു നിർത്തി അടിക്കുന്നു, മാലയൂരുന്നു, കൈച്ചയ്യനൂരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നല്ലൊരു സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ആ റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റിനെ കേസെടുക്കാൻ പ്രേരിപ്പിച്ചത്. വലിയ വാദങ്ങളൊന്നും വേണ്ടി വന്നില്ല. വളരെ സത്യസന്ധമായി അദ്ദേഹം കേസെടുത്തു. പക്ഷേ ഒരാൾക്കെതിരെ കേസെടുത്തില്ല. അതിനുവേണ്ടി അഡീഷണൽ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ തെളിവുകളാണ് ഇനി കഥ പറയുന്നത്. കോടതിയിൽ യഥാർത്ഥ തെളിവുകൾ CCTV ഫൂട്ടേജ് കഥ പറയാൻ പോവുക. ഇനി വളരെ എളുപ്പത്തിലായിരിക്കും. അവർക്ക് ജോലി തുടർന്ന് നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ജോലിയിലിരിക്കാൻ സമ്മതിക്കില്ല. അത്തരത്തിലുള്ള നാടുകൾ എന്ന് മാത്രമല്ല, ഇയാൾക്ക് ഗംഭീരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി പോവുക. യെസ്, ചെവിയുടെ കേൾവി ഇപ്പോഴും ശരിയായിട്ടില്ല. അന്നത്തെ ത്യാഗം അനുഭവിച്ചതായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാം, സബ് കോർട്ടിൽ കൊടുക്കാം. 10 ലക്ഷം വരെ നമുക്ക് മുനിസിപ്പൽ കോടതികളിൽ കൊടുക്കാം. ഇത് 10 ലക്ഷം പോരാ. ഞങ്ങളത് 1 കോടിയോ 50 ലക്ഷമോ ഏതാണെന്ന് തീരുമാനിച്ചില്ല. യോഗം കൂടി തീരുമാനിക്കും. അതിൻ്റേതായിട്ടുള്ള എത്ര കണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുവോ ആയതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സബ് കോർട്ടിനെ സമീപിക്കാനുള്ളതായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. ായിട്ടുള്ള ഒരു ജൂനിയറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് അവിടെ നിന്ന് ജാമ്യം കിട്ടിപ്പോകുന്നത്. ജാമ്യക്കാരില്ലാതെ തന്നെ ജാമ്യം കിട്ടി. പിറ്റേ ദിവസം കുന്നോളം കോടതി മുടക്കായിരുന്നു, മജിസ്ട്രേറ്റ് ലീവായിരുന്നു. പിറ്റേ ദിവസം കുന്നോളം കോടതിയിൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ 6-ാം തീയതി ഞാൻ അറിയുന്നു. 6-ാം തീയതി അറിയുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇത് കോടതിയുടെ മുൻപിൽ കൊണ്ടുവരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുപ്പിക്കുന്നു, സാക്ഷികളെ ഹാജരാക്കുന്നു, വിവരാവകാശ നിയമപ്രകാരം പെറ്റീഷൻ കൊടുക്കുന്നു 10-ാം തീയതി. പിന്നെ അത് കോടതിയിലാണ് നടപടിക്രമങ്ങൾ. ഈ CCTV ഫുട്ടേജ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയധികം കാത്തിരിക്കാനുണ്ടായ കാരണം. അതും കൂടി കിട്ടിയാൽ കോടതി 5-ാമത്തെ പ്രതിക്കെതിരെയും കേസെടുക്കുമല്ലോ. അയാളാണ് ക്രൂരമായി മർദ്ദിച്ച വ്യക്തി, സുഹൈൽ. അയാൾ ഡ്രൈവറായിരുന്നു. അയാളിപ്പോൾ മലമ്പുറക്കാരൻ. അയാളിപ്പോൾ പഴയന്നൂർ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ജോലി നോക്കുകയാണ്, എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട്. മനസ്സിലായോ? അയാൾക്ക് മനസ്സിലായി ഈ പണി പറ്റില്ല എന്നുള്ളത്, പണി പോകുന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ളതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് സുഹൈലിനും കൂടി പ്രതിയാക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇവരെ ഈ ജോലിയിൽ തുടരാൻ സമ്മതിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽനടപടികളും മേൽക്കോടതികളും നടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് കേരള ജനതയെ മാത്രമല്ല, ലോക ജനതയെ പോലും ഞെട്ടിച്ച പച്ചയായ സത്യമല്ലേ. ഇത്തരത്തിൽ ഒരു നിരപരാധിയായിട്ടുള്ളൊരു വ്യക്തിനെ എന്താ അയാൾ ചെയ്ത കുറ്റം? ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ഞാനിപ്പോൾ ഒരു 100 ജാഥ നടത്തിയിട്ടുണ്ടാവും, 100 ജാഥ. അതേ കുറ്റം തന്നെ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ. ഈ ചെറുപ്പക്കാരാണല്ലോ, അപ്പോൾ അവർ കരിങ്കൊടി കാണിക്കും ഈ വഴിക്ക് വരുമ്പോൾ. അങ്ങനെ 4-5 തവണ കാണിച്ചപ്പോൾ പിറ്റേ പ്രാവശ്യം മുതൽ ഇവരെ കരിന്തൽ തടങ്കലിൽ വയ്ക്കും, അവിടെ ഇരുത്തും. മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നവരെ അവർ പോലീസ് സ്റ്റേഷനിലാണ്. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. ഞാൻ ബ്ലോക്ക് പ്രസിഡൻ്റാണല്ലോ, ഞാനാണല്ലോ സൗജന്യമായി 1 രൂപ വാങ്ങിക്കാതെ ഞാനാണല്ലോ കേസ് നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇല്ലാന്ന് എങ്ങനെ പറയും? ഞാൻ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റാണ്, ഞാനാണ് കേസ് നടത്തിയത്. അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? അത് നിയമസഭയിൽ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉന്നയിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് അതിലൊരു ഡ്രോബാക്കായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതെന്തുകൊണ്ട് അത് നിയമസഭയിൽ അത് ഉന്നയിച്ചില്ല? ഇത്തരത്തിലുള്ളൊരു ഡ്രോബാക്ക് മനുഷ്യാവകാശ കമ്മീഷന് പെറ്റീഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം അത് തള്ളി. സുപ്രീം കോടതി പറഞ്ഞത് 2018 അതേ ഓർഡറിൽ തന്നെ പറഞ്ഞത് മനുഷ്യാവകാശ കമ്മീഷനെ ഇത്തരത്തിലുള്ളതായ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ, പരാതി കൊടുത്താൽ ഈ CCTV ഫുട്ടേജ് ഉടൻ തന്നെ അദ്ദേഹം വാങ്ങിക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതി 2018 റൂളിങ്ങിൽ. അതനുസരിച്ചിട്ടില്ല അദ്ദേഹം. ഞങ്ങളുടെ പെറ്റീഷൻ തള്ളുക ചെയ്തത്. അവിടേക്കാണ് അന്വേഷണം വേണ്ടത്. എന്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അന്ന് ഞങ്ങളുടെ പെറ്റീഷൻ്റെ മുകളിൽ നടപടിയെടുത്തില്ല? ആരുടെ ശുപാർശ പ്രകാരമാണ് അത് തള്ളിയത്? ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രസക്തി. വെറുതെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സുകാർ അതിൽ പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഊരുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ ശക്തമായതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ്, ഞാനാണ് കേസ് നടത്തിയത്. സൗജന്യമായാണ് കേസ് നടത്തുന്നത്, എല്ലാ പെറ്റീഷൻസും എഴുതി കൊടുക്കുന്നത്. അതിൽ വർഗീസ് ചൊവ്വന്നൂർ എന്ന് പറയുന്ന വളരെ എന്താ പറയുക, ഇവരുടെ സുഹൃത്തായിട്ടുള്ള വ്യക്തി ഇവരുടെ കൂടെ നിന്ന് ഓരോ ഓഫീസിലും കയറി ഇറങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. നമ്മളിപ്പോൾ പെറ്റീഷൻ എഴുതി കൊടുത്താൽ പോരല്ലോ, അത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണ്ടേ, അവിടുന്ന് അത് വാങ്ങിക്കണ്ടേ. അതിനുള്ളതായ നിരന്തരമായിട്ടുള്ള പോരാട്ടം. അതിനവർക്ക് പണമൊക്കെ ചിലവായിട്ടുണ്ടാവും ആ കുട്ടികൾക്ക്. അതാണ് വലിയ സംഭവം. പക്ഷേ കേസ് നമ്മൾ നടത്തുന്നത് സൗജന്യമായാണ്. ഇങ്ങനെ ഇന്ന ആളുകളൊക്കെ
എന്നെ സമീപിച്ചിരുന്നു, പണം വാഗ്ദാനം ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീരണം, എന്താണ് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു എന്നാണ്. എന്താണ് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അതൊക്കെ ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. ഇന്നലെ മാധ്യമങ്ങളോട് പറയുമ്പോൾ അതൊക്കെ അവർ രഹസ്യമാക്കി. എന്താണ് അങ്ങനെ വെക്കാൻ കാരണം എന്ന് എനിക്ക് അറിയില്ല. ഇന്നലെ പക്ഷേ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ പത്രക്കാർ പ്രത്യേകമായി ചോദിച്ചു, ഇതിന് വല്ല സ്വാധീനവും ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണത്തിന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചുവോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഈ നിരപരാധിയായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ മുകളിൽ മേലാളന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനെ തല്ലിച്ചതച്ചതിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കോൺഗ്രസ്സുകാർ അത് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ പരാതി. ഇനിയും കേരളത്തിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഊർജ്ജമുള്ള കോൺഗ്രസ്സുകാരുണ്ട്. ആ കോൺഗ്രസ്സുകാരുടെയൊക്കെ ഈ രീതിയിൽ അവരെ പരിക്കേൽപ്പിച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയം വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചാൽ നടക്കൂല. അബ്കാരി ആക്ട് ഇട്ടിട്ടാണ് കൊടുത്തയച്ചത്. അതിൽ തന്നെ അവർ പൊളിഞ്ഞില്ലേ? എന്താ ചെയ്തത്? പബ്ലിക്കായിട്ട് കള്ളു കുടിച്ചു രാത്രി 11 മണിക്ക്. അത് തെളിയിക്കണ്ടേ? എഴുതുമ്പോൾ തെളിയിക്കണ്ടേ? ഏതെങ്കിലും മേലാളന്മാർ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു കുട്ടികൾക്കെതിരെ ചെയ്യുമ്പോൾ അതിന് തെളിവ് കയ്യിൽ വേണ്ടേ? അല്ലെങ്കിൽ എഴുതി പിടിപ്പിക്കുമ്പോൾ അബ്കാരി ആക്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയില്ലേ? തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. അവിടെയല്ലേ അവർ പരാജയപ്പെടുന്നത്. എന്നു മാത്രമല്ല, ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ വളരെ രസകരമായ സംഭവമാണ്. ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള എന്താണെങ്കിൽ, ഇയാൾ കയറിയിരുന്നു, അപ്പോൾ ഡോറ് തുറന്നുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു, അപ്പോൾ ഡോറ് തുറക്കാൻ ഇയാൾ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ. രണ്ടാമത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ വേറൊരു ദിവസം എഴുതി വെച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറയണമെങ്കിൽ, ജീപ്പിലിരിക്കുകയായിരുന്ന SIയുടെ കൈയിൻ്റെ വിരൽ പിടിച്ച് തിരിപ്പിച്ചു സുജിത്ത്. അത് പുതിയൊരു വേർഷനാണ്. മറ്റൊരു വേർഷൻ എന്താണെന്നുണ്ടെങ്കിൽ അതായത് 3 റിമാൻഡ് റിപ്പോർട്ടുകളിലും അവർ കൊടുത്തായിട്ടുള്ള 3 സമയത്തെ റിമാൻഡ് റിപ്പോർട്ടുകളിലും അവർ എഴുതിയിട്ടുള്ള 3 രേഖകളുണ്ട്. ആ രേഖകളിൽ മുഴുവൻ എഴുതിയത് വ്യത്യസ്ത കാര്യങ്ങളായിരുന്നു. അതിൽ നിന്ന് തന്നെ അവിടെ ഉണ്ടായ സംഭവം ഒരിക്കലും സത്യമല്ല എന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവരുടെ ആ ഒരു മനോഭാവം, അവരാകെ ശരിക്കും എഴുതാൻ അറിയാത്ത ഒരു വ്യക്തി. ഇത് കള്ളത്തരം എഴുതി പിടിപ്പിക്കാനുള്ള പോലീസുകാരൊക്കെ അവിടെയുണ്ട്, കള്ളത്തരം. പക്ഷേ ഇത് കള്ളത്തരവും എഴുതാൻ അറിയാത്ത ആളുകളായി പോയി എന്നുള്ളതാണ് സത്യം. അത് ദൈവമാണ്. ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഈ മോശമായിട്ടുള്ള പരാതി ഉണ്ടായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഈ ക്രൂരന്മാരാണെന്ന ഭാഷയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അതിന് ഉത്തരവാദപ്പെട്ട അന്നത്തെ ആളുകൾ ഈ CCTV ദൃശ്യം കണ്ടിട്ടും, DIG കണ്ടില്ലേ, സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടില്ലേ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറല്ലേ റിപ്പോർട്ട് ഉണ്ടാക്കിയത്, ഇവിടുത്തെ CE അല്ലേ ഇത് കണ്ടിട്ട് ഇത് കൊടുത്തയച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് നടപടിയെടുക്കാൻ തയ്യാറായില്ല? ഒരു കുറ്റകൃത്യം കണ്ട് നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് എവിഡൻസിലാണെന്നുണ്ടെങ്കിൽ ആരാണോ അങ്ങനെ നടപടി എടുക്കാതിരുന്നത് അവർക്കെതിരെ കേസെടുക്കണം. അതാണ് നിയമം. ഇപ്പോൾ പോക്സോ കോടതിയിലും അത് തന്നെയല്ലേ നിയമം. ഒരു സംഭവം ഹെഡ് മിസ്സസ് അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ ആ മാഷക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാതി കൊടുത്തില്ലെങ്കിൽ ആ ടീച്ചർ 1-ാം പ്രതിയാണ്. അതേപോലെ തന്നെ ഇവിടെയും കുറ്റകൃത്യം ഇവർ കണ്ടിരിക്കുന്നു. കേരളം മുഴുവൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടിരിക്കുന്നു. പിണറായിയുടെ പോലീസ് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? ഇനി അവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല? നിതീഷ്, വർഗീസ് എന്നുള്ളവർക്ക് നിരന്തരമായി കൊണ്ട് ബസ് കാശ് പോലും ഇല്ലാത്തതായ കുട്ടികൾ ഇതിനെയൊക്കെ പോയി തൃശ്ശൂരും മറ്റുള്ള സ്ഥലങ്ങളിലും കാവലിരിക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ പെറ്റീഷൻ എഴുതി കൊടുത്താൽ മാത്രം മതിയോ? ഒരു കാര്യം നേരെയാവൂ? അത് അവിടെ കാത്തു കെട്ടിയിരിക്കണം. അവിടെ CI വരട്ടെ എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഇരുത്തുക എന്ന് മാത്രമല്ല, ഇതിൽ സുജിത്ത് കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോടതിയിൽ പറഞ്ഞ മൊഴി, അതായത് തട്ടുമുറത്ത് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് വെള്ളം ചോദിച്ചു. വളരെ ഇതുവരെ അത് ചാനലുകൾ വരാത്തൊരു കാര്യമാണത്. ആ കുട്ടി അത് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ട്. അദ്ദേഹം കുന്നംകുളം കോടതിയിൽ മൊഴി കൊടുത്തൊരു രേഖയുണ്ട്. ആ രേഖയിൽ എഴുതി വെച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ വെള്ളമുള്ള കുപ്പി അവിടെ ഇരുന്നിരുന്നു. ആ വെള്ളത്തിൻ്റെ കുപ്പി മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് അതിൽ വരുന്ന ഒരു ഇറ്റ് നാവിലേക്ക് ഒറ്റിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, വെള്ളം ഇവിടെ ഇല്ല, ഞങ്ങൾ സാധാരണ മൂത്രമാണ് കൊടുക്കാറ്, ഞാൻ താഴേക്ക് പോയി മൂത്രം വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞൊരു മൊഴിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്കൊന്നും മക്കളില്ലേ? വളരെ മൃഗീയമായ ഒരു വേട്ട
ആണ് നടന്നത് എന്നുള്ളത് മനസ്സിലാവും. കോൺഗ്രസ്സുകാർക്കെതിരെയുള്ള മൃഗീയമായ വേട്ട അത് അനാവരണം ചെയ്തിരിക്കുകയാണ്. അത് CCTV ഫുട്ടേജ് നമുക്ക് ലഭിച്ചതുകൊണ്ടല്ലേ അവരത് നശിപ്പിച്ച് കളഞ്ഞാൽ എന്തുണ്ടാകുമായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു, പ്രിസർവ് ചെയ്യിച്ചു. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. 2018 സുപ്രീം കോടതി വിധി ഞാൻ കാണിച്ചു തരാം. അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് 6 മാസക്കാലമെങ്കിലും അത് വെക്കണം, പക്ഷേ പ്രിസർവ് ചെയ്യാൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് 18 മാസക്കാലം എടുത്തു വെക്കണം എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ്, സുപ്രീം കോടതി റൂളിങ്ങിൻ്റെ ബലത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത്. പക്ഷേ സുപ്രീം കോടതി റൂളിംഗ് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ റൂഫുണ്ടോ അവിടെ മുഴുവൻ CCTV വേണമെന്ന്, അല്ലാണ്ട് ഈ തരികിടപ്പണി പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് SI ഇരിക്കുന്ന മുറിയിലും ലോക്കപ്പിൻ്റെ മുകളിലേക്കും കടന്നു വരുന്ന ഭാഗത്തും മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതിന് മുമ്പിൽ കൂടെ പോയിട്ട് മാന്യന്മാരും മുകളിൽ പോയിട്ട് തല്ല. പിന്നെ തൊട്ടടുത്ത് ഒരു ഇടിമുറിയുമുണ്ട്. ഒരു ഇടിമുറിയുമുണ്ട് CIയുടെ ഓഫീസിൻ്റെ മുകളിൽ, പഴയ CIയുടെ ഓഫീസിൻ്റെ മുകളിൽ. അതൊക്കെ പ്രവർത്തന സജ്ജമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കഥകളുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷന്, അതായത് ഇപ്പോൾ നിലവിലുള്ളതായിട്ടുള്ള മാന്യന്മാരായ പോലീസുകാരെ ഒരിക്കലും ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരങ്ങനെ ക്രൂരന്മാരല്ല. നിങ്ങൾ കാണുന്നത് പോലെ അയ്യോ കുന്നംകുളത്ത് ക്രൂരതയാണെന്ന് പറയരുത്. കുന്നംകുളത്ത് അങ്ങനെയൊരു ക്രൂരത ഉള്ള പോലീസുകാരുണ്ടെങ്കിലും ക്രൂരത ഇല്ലാത്ത നല്ല പോലീസുകാരുമുണ്ട്. അപ്പോൾ അടച്ചാക്ഷേപിക്കുന്നില്ല. എന്താ സുപ്രീം കോടതി 2018 ഇങ്ങനെ ഒരു റൂളിംഗ് ഉണ്ടാവാനുള്ള കാരണം? കഴിഞ്ഞ 8 മാസത്തിൻ്റെ ഉള്ളിൽ 11 പേര് കസ്റ്റഡിയിൽ വെച്ച് മരിക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്ത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു വിധി വരാണ്ടായിട്ടുള്ള കാരണം. 2020 അങ്ങനെ തന്നെ സമാനമായ സംഭവം ഉണ്ടായി. 2020 ആ വിധി ആവർത്തിച്ചിട്ടുണ്ട്. ആ വിധി ആവർത്തിക്കുമ്പോൾ എന്താ പറഞ്ഞതിൽ ഇത് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം പോരാ. 2020 സുപ്രീം കോടതി വിധിയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം പോരാ, അത് CBIയിൽ വേണം, SFIOയിൽ വേണം, EDയിൽ വേണം, NIയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയൊരു പട്ടിക തന്നെയുണ്ട്. എവിടെയൊക്കെ CCTV ക്യാമറകൾ വേണം, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്ന് വീണ്ടും 2020 സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ളതായ വെച്ചുകൊണ്ട് അത് പ്രവർത്തനക്ഷമമല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ആഴ്ചയിലൊരിക്കൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ നടക്കുന്നുണ്ടോ? ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് പെറ്റീഷൻ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടത് തള്ളി? ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് ഈ CCTV ഫുട്ടേജ് വന്നപ്പോൾ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്? ഞങ്ങൾക്കതിന് വലിയ താല്പര്യമില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇപ്പോൾ കേസെടുത്തിരിക്കുക. ഇതല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ കൊടുത്തൊരു കരയുന്ന പരാതിയുണ്ട്. കരയുന്ന പരാതിയാണ് ഞങ്ങൾ കൊടുത്തത്. ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ശരീരമാസകലം വേദന, 1 മാസം കഴിഞ്ഞിട്ടും ചെവിയിൽ വേദന മാറിയിട്ടില്ല. ആ ഇടിക്കുന്നത് കണ്ടില്ലേ? മുട്ടുകൈ കൊണ്ടാണ് ഇടിക്കുന്നത്. മുട്ടുകൈ കൊണ്ട് കുനിച്ചു നിർത്തി ഇടിക്കുക. എന്ത് തെറ്റ് ചെയ്തിട്ട്? എന്താ ഈ സന്ദീപിനെ എന്ത് തെറ്റാ ചെയ്തത്? ഈ സജീവനെ എന്ത് തെറ്റാ ചെയ്തത്? ഈ ശശീധരനെ ഇയാൾ എന്ത് തെറ്റ് ചെയ്തു? ഈ നുഹ്മാനെ ഇവരെ എന്ത് തെറ്റ് ചെയ്തു? നുഹ്മാൻ ഇപ്പോൾ എവിടെയാണെന്നോ? ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത്, അല്ലെങ്കിൽ SP ഓഫീസിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെ SI ആണ് നുഹ്മാൻ. പാടുണ്ടോ? ഇപ്പോഴും ഈ ജനങ്ങളുടെ സങ്കടം കേട്ടുകൊണ്ടിരിക്കുകയെന്നല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടത്? എന്തിനാ SI അവിടെ ഇരിക്കുന്നത്? നീതി നടപ്പാക്കാൻ ആണോ? നീതിയാണോ അവിടെ നടപ്പാക്കുന്നുണ്ടാവുക? ഒരിക്കലുമല്ല. ഈ ഇത് മർദ്ദനം ഉണ്ടായ സമയത്ത് മാതാപിതാക്കളുടെ സ്ഥിതി എന്തായിരുന്നു? മാതാപിതാക്കളുമായിട്ട് സംസാരിച്ച് കാണത്തില്ലേ? മാതാപിതാക്കളെ കരയുക എന്ന് പറഞ്ഞാണ്ടല്ലോ. ഇപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ മാതാവ് ഇപ്പോഴും കരയുന്നു എന്നറിയുമ്പോൾ, VD സതീശൻ സാറ് വന്നപ്പോൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, കണ്ണീരടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വിതുമ്പൽ അതൊക്കെ എത്ര സ്പന്ദനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ സ്പന്ദനമുണ്ടാക്കുന്ന കണ്ണുനീരാണ് ഇറ്റിറ്റ് വന്നത്. ഇന്നലെ നിങ്ങൾ നേരിട്ട് കണ്ട കാര്യം അത്. അച്ഛനിപ്പോൾ വയനാട്ടിലാണ് ജോലി അല്ലേ? യെസ്, അച്ഛൻ വയനാട്ടിലാണ്. അവർ ഒരു കർഷക ഇതിൻ്റെ ഒപ്പം. വരാപ്പുഴയിൽ ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്നതല്ലേ? അങ്ങനെ എത്രയോ കേസുകൾ. ആ കേസുകളൊന്നും നമ്മുടെ മനസ്സിൽ പിന്നീടുള്ള കാലങ്ങളിൽ വിതുമ്പലായി മാറ്റപ്പെട്ടില്ല. വിതുമ്പലായി പാവർട്ടിയിലുണ്ടായ സംഭവം വിതുമ്പലായി മാറ്റപ്പെട്ടില്ല. എന്തുകൊണ്ട്? നമ്മളത് കണ്ടില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ കുന്നംകുളം മജിസ്ട്രേറ്റ് ഇതൊന്നും കാണാതെയും ഈ മൊഴിയൊക്കെ കേട്ടിട്ട് അദ്ദേഹം അവർക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ ആ ഹൃദയവികാരം ഉൾക്കൊള്ളുന്ന കോടതികൾ ഈ രാജ്യത്തുണ്ട് മനുഷ്യനെ സഹായിക്കാൻ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കോടതിയിൽ വിശ്വസിക്കുന്നവരാ? അതെ, ആ കേസ് എടുപ്പിച്ചത് യെസ്, ഞാൻ ചാരിതാർത്ഥ്യനാണ്.
അതായത് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം എന്ന രീതിയിൽ മാറ്റിവെച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ആ കേസ് എടുത്തുകൊണ്ട് അയാൾക്ക് ഈ 4 പേർക്കുമെതിരെ കേസെടുപ്പിക്കുന്നതിനെ നമുക്ക് സാധിച്ചു. അത് കുന്നോളം മജിസ്ട്രേറ്റ് മിസ്റ്റർ ജയന്തൻ അദ്ദേഹം അത് തീർച്ചയായും ഒരു എന്താ പറയുക നിയമബോധം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കേസെടുക്കാണ്ടായ കാരണം. അതായത് 1 രൂപ പോലും മേടിക്കാതെയാണ് കേസ് മുഴുവൻ സാർ കൈകാര്യം ചെയ്തത്. 1 രൂപ പോലും മേടിക്കില്ല. അറിഞ്ഞപ്പോൾ മുതൽ കൂടെ നിന്നു. അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേസിൽ മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ ഇവിടുത്തെ രാഷ്ട്രീയ കേസുകൾ മുഴുവൻ നടത്തുന്നത് ഞാനാണ്. ആ കേസുകളൊന്നും ഞാൻ പൈസ മേടിക്കാറില്ല. സാറും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ. തീർച്ചയായും ബ്ലോക്ക് പ്രസിഡന്റിനുപരി അതൊക്കെ തുടക്കം മുതൽ ഈ കേസ് കൈകാര്യം ചെയ്ത വ്യക്തി 1 രൂപ പോലും മേടിക്കാതെ ഇത് കൊണ്ടുപോയ വ്യക്തി എന്നുള്ളതിലെ സാറ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇത് ഇപ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്ന കാര്യം. നമ്മളെ കർമ്മം ചെയ്യാനാണ് ദൈവം പറഞ്ഞത്. കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. മറ്റൊന്നും ആഗ്രഹിക്കരുത്, കർമ്മം ചെയ്യണം. ബലമൊക്കെ കാലങ്ങളിലൂടെ കടന്നു വരും. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊരു സത്യമല്ലേ. നമ്മൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നു, ഈ CCTV ദൃശ്യം എൻ്റെ കയ്യിൽ കിട്ടുമെന്നും അന്ന് ഇതാകെ പ്രചരിച്ചുകൊണ്ട് ഗംഭീര സംഭവം ഉണ്ടാവുമെന്നും നമുക്ക് കരുതാനാവില്ലല്ലോ. പക്ഷേ നമ്മുടെ കുട്ടികളാണത്. നമ്മൾ ജാഥയ്ക്ക് വിളിച്ചാൽ വരുന്നവരാണ്, നേതൃത്വം കൊടുക്കുന്നവരാണ്. അവർ കോൺഗ്രസിൻ്റെ മുത്തുകളാണ്, കോൺഗ്രസിൻ്റെ വളരെ ഊർജ്ജസ്വലരായ മുത്തുകളാണ് എന്നും. അതുകൊണ്ടാണല്ലോ AC മൊയ്തീൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മാർച്ച് നടത്തുന്നത്. കരുവന്നൂർ വിഷയം ഉണ്ടായപ്പോഴും അവരുടെ നേതൃത്വത്തിൽ തന്നെ മാർച്ച് അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാ. അവരുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാനാ. എനിക്കെതിരെ ഒരു വൈരാഗ്യം ഉണ്ടാവണമല്ലോ അവർക്ക്, മനസ്സിലായോ? അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഷെൽട്ടറാണ്. കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഷെൽട്ടറായി മാറുകയാണ് ഈ ഒരു ഉദാഹരണം. ഈ സുജിത്തിൻ്റെ ഒരു ഉദാഹരണവും അതുപോലെ തന്നെ ഈ വർഗീസിൻ്റെയും നിതീഷിൻ്റെയും ഒക്കെ ആ ഒരു നടത്തമുണ്ടല്ലോ, ഈ ഓരോ ഓഫീസും കയറിയുള്ള നടത്തം, അത് വാങ്ങിക്കുന്നത് വരെ വിവരാവകാശ കമ്മീഷനാണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനാണെന്നുണ്ടെങ്കിലും SP ഓഫീസാണെങ്കിലും അസിസ്റ്റൻറ്റ് കമ്മീഷണർ 1 കൊല്ലം കുന്നംകുളം കോടതിയിൽ ഹാജരാവാൻ മടിച്ചു നിന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് വാറണ്ടിലൂടെയാണ് കൊണ്ടുവന്നത്. അറസ്റ്റ് വാറണ്ട് കൊടുക്കുകയാണ്. 1 കൊല്ലം ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു അദ്ദേഹം വരാൻ. പല കാരണം ഞങ്ങൾ നേരിട്ട് വിളിക്കും, പല കാരണങ്ങൾ പറയും, അവിടെ പൂരാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല. അവസാനം മനസ്സിലായി നമ്മളെ കളിയാക്കുകയാണെന്ന്. അങ്ങനെ അറസ്റ്റ് വാറണ്ടിന് വേണ്ടി പെറ്റീഷൻ കൊടുക്കുകയാണ്. ഇതേ മജിസ്ട്രേറ്റ് തന്നെ ജയന്തൻ, അദ്ദേഹം അറസ്റ്റ് വാറണ്ട് അയച്ച് അയാളെ വിളിച്ചു വരുത്തി ഈ എവിഡൻസ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ആ നോട്ടീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് മാർക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആ ജഡ്ജ്മെൻറ്റ് ആധികാരികമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിഡൻസ് അനുസരിച്ചുകൊണ്ട് അത് തെളിയിച്ചേ പറ്റൂ. ആ ഡോക്യുമെൻ്ററി എവിഡൻസ് തെളിയിക്കപ്പെട്ടു, അദ്ദേഹം കേസെടുത്തു. ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്, അത് ആ സുഹേലിനും കൂടി പ്രതിയാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഞങ്ങൾ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ കൂടി ഞങ്ങൾ ഇതിൽ പ്രതിയാക്കും. തുടർ നടപടികൾ ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്, ഒന്ന് കോമ്പൻസേഷന് വേണ്ടി കേസ് ഫയൽ ചെയ്യുക, സുഹേലിനെ പ്രതിയാക്കുന്നതിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുക. ഈ കേസ് 324 ആണ്, അത് 326 ആക്കാൻ പറ്റുമോ എന്നുള്ളതായിട്ടുള്ള കാര്യത്തിലും നമ്മളൊന്ന് ഫയൽ ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് 20 ഡേയ്സിൽ ഒരു 20 ദിവസത്തിൽ കൂടുതൽ ബോഡിലി പെയിൻ ഉണ്ടായാൽ നമുക്കത് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് 326 ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായിട്ടുള്ള മൊഴികളൊക്കെ ഉണ്ട്. അത് അനുസരിച്ചുകൊണ്ട് ആ സെക്ഷൻ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം സാർ, ഇത്രയും നേരം ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഈ കേസിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു. ഇപ്പം കൂടുതൽ അടുത്ത് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.